ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യ സീരിയലിൻ്റെ അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഗോമതിയുടെ കാല് പിടിക്കുകയാണ്. മോളെ, അലോക് എൻ്റെ കൊച്ചുമകൻ തന്നെയാണ്. അവൻ ജീവപര്യന്തം ജയിലിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ സാധിക്കില്ല. അവൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ വേണ്ടി സഹായിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഗോമതി അതൊന്നും കേട്ട് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും കോടതി എത്തുമ്പോഴേക്കും ബാലനോട് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗോമതി നോക്കുക, അലോകിന് ഇപ്പോൾ 2 ആഴ്ചയിൽ കൂടുതലായി ജയിലിൽ കിടക്കുന്ന അനുഭവിക്കേണ്ടതൊക്കെ അവൻ അനുഭവിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ട ബാലേട്ട, കേസും കാര്യങ്ങളൊന്നും വേണ്ട. കാരണം അലോകിന് എന്തിനു സംഭവിച്ചാൽ എൻ്റെ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല, സാധിക്കില്ല. എൻ്റെ അമ്മ ആകെ തകർന്നു പോകും ബാലേട്ട എന്നൊക്കെ പറയുകയാണ്. ഇതെല്ലാം തന്നെ അനു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ചത്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, താൻ എന്തൊക്കെ പറഞ്ഞാൽ ശരി. ഹലോ, അലോകിനെ പോലെ തന്നെ നീതി കിട്ടേണ്ടത് തന്നെ അലോകിന് നീതി കിട്ടുന്ന ഒരു ഇതാണ് കിട്ടേണ്ട. പക്ഷേ എനിക്ക് മോൾക്ക് നീതി കിട്ടേണ്ടതാണ്. ഇവിടെ തന്നെ പോലെ ഇങ്ങനെ അമ്മമാരുണ്ടോ? ഈ ലോകത്തിൻ്റെ ശാപം എന്ന് പറയുന്നത് പെൺമക്കൾക്ക് നീതി കിട്ടേണ്ടിടത്ത് വായ തുറന്ന് നീതി പറയണം. അതൊന്നും പറയാൻ പറ്റില്ലേ? നോക്ക്, താൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആരെയൊക്കെ തെറിച്ചു പോകണമെന്ന് പറഞ്ഞാലും, ഭൂമി ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും, ഭൂമി കുലുക്കം സംഭവിച്ചാലും എൻ്റെ മകളുടെ നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ റെഡിയാണ്. ബാല ഒറ്റക്കാലിൽ നിൽക്കുക കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഗോമതി പൊട്ടിക്കരയുക. അനു വല്ലാത്ത വിഷമാകുന്നുണ്ട്. അനു ആകെ മനസ്സ് ഡെസ്പായിട്ട് ഇരിക്കുക കേട്ടോ. കാരണം അലോകിനെ പുറത്തെടുക്കാൻ വേണ്ടി തൻ്റെ ഒരു വാക്ക് മതി ഇന്ന് കോടതിയിൽ കൂടുമ്പോൾ. അലോക് എതിരായിട്ട് പറയാതിരുന്നാൽ തന്നെ അലോക് പുറത്തിറങ്ങും. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ അനുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അനു ഒന്നും മിണ്ടാതിരിക്കുകയാണ്. കോടതി കൂടുമ്പോൾ സംസാരിക്കുക എന്ന് കരുതിയിട്ട് അങ്ങനെ കൂടുന്ന സമയത്താണ് അലോക് പ്രതികൂട്ടി നിൽക്കുന്നുണ്ട്. അനു ഇപ്പുറത്തെ പ്രതികൂട്ടി നിൽക്കുന്നുണ്ട്. 2 പേരും മാറി മാറി വക്കീൽമാർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ നമ്മുടെ അനുവിനോട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അനു അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും പോലും അനു പറയുന്നില്ല കേട്ടോ. കാരണം അനു പറയാതിരുന്നു കഴിഞ്ഞാൽ കോടതിക്ക് സംശയം വരും. സംശയം വന്നുപോയാൽ കഴിഞ്ഞു, പിന്നെ കോടതി ആ കേസ് പരിഗണിക്കില്ലല്ലോ. അതുകൊണ്ട് സംശയത്തിൻ്റെ പേരിൽ അനു ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി കാണിച്ച് അലോകിനെ തെറ്റുകാരനല്ല എന്ന രീതിയിൽ പല അടവുകളും പയറ്റുന്നു. ബാല ഇങ്ങനെ വിചാരിക്കണേ, ഇവൾക്ക് ഇത് എന്ത് പറ്റി? കഴിഞ്ഞ പ്രാവശ്യം കോടതി സ്ട്രോങ് ആയിട്ട് വന്നാലോ, ഇപ്പോൾ ഇവളെന്താ ഇങ്ങനെയൊക്കെ എന്ന രീതിയിൽ ബാലന് തോന്നുന്നുണ്ട്. അപ്പോൾ ഗോമതിക്ക് മനസ്സിലായി തൻ്റെ മോളുടെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി. അല്ലെങ്കിൽ തൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കും, ആ കുടുംബക്കാർ തമ്മിൽ വഴക്ക് പ്രശ്നങ്ങൾ കൂടണ്ട, ഒരുപാട് മരണം ഒഴിവാക്കാൻ വേണ്ടിയാണ് തൻ്റെ മോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് നമ്മുടെ ഗോമതി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോടതി ഇങ്ങനെ ഒരു കേസ് എടുക്കുന്നില്ല. അതായത് നമ്മുടെ അനു പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തമായില്ല. അപ്പോൾ അതിൽ പിടിച്ചു കയറാൻ നമ്മുടെ അലോകിൻ്റെ വക്കീൽ കണ്ടില്ല. ഇവൾ പറയുന്ന കാര്യങ്ങൾ ഇവൾക്ക് തന്നെ വ്യക്തമായില്ല. ആദ്യം കോടതി കൂടിയപ്പോൾ പറഞ്ഞതാണ് എന്തോ, ഇപ്പോൾ പറയുന്നത് വേറെ എന്തോ, ഇവള് തന്നെയാണ് ഇവള് തോന്നണയാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ അത് തെറ്റിദ്ധരിപ്പിക്കുക കേട്ടോ നമ്മുടെ വക്കീൽ. അപ്പോൾ കോടതിയിൽ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കോടതി ആ തീരുമാനത്തിൽ എത്താണ് അലോകിനെ വെറുതെ വിടുക എന്നുള്ള തീരുമാനത്തിൽ. അങ്ങനെ അലോക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അലോകിൻ്റെ തനി സ്വരൂപം കാണുക കേട്ടോ. അനു, നീ നോക്കിക്കൂടി, നിനക്ക് ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തിരിക്കും. പോലീസുകാർ എനിക്ക് ഇടിച്ച ഓരോ ഇടിയിലും ഞാൻ സ്വർഗം കണ്ടു, നക്ഷത്രങ്ങൾ എണ്ണുമായിരുന്നു. അതിൻ്റെ ഇരട്ടി ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ എൻ്റെ പേര് അലോക് എന്നല്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അലോക് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ഇനി അലോകിൻ്റെ ഓരോ നല്ല സ്വഭാവങ്ങളാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്. അപ്പം ബാലൻ പറയുന്നുണ്ട്, സമാധാനമായില്ലേ ഗോമതി, തനിക്ക് തൃപ്തിയായില്ലേ, തനിക്ക് സന്തോഷമായില്ലേ? താൻ ഓരോന്ന് പറഞ്ഞ് മോൾ അത് കേട്ടാണ് മോളൊന്നും കോടതിയിൽ പറയാൻ പറ്റാത്ത അവസ്ഥ വന്നത്. എന്തിനാണോ തൻ്റെ മോളുടെ ജീവിതം താൻ തന്നെ തകർത്തത് എന്നൊക്കെ പറഞ്ഞ് ഗോമതി വഴക്കൊക്കെ പറയുകയാണ്. അങ്ങനെ അലോക് ഭയങ്കര സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ രാജശ്രീയൊക്കെ ഭയങ്കര സന്തോഷമാട്ടോ. അപ്പോൾ ആര്യൻ അപ്പുറത്ത്
അങ്ങനെ ഓരത്തിരിക്കുന്നുണ്ടായിരുന്നു. അതെ, ഞങ്ങളുടെ അനു തന്നെ പിച്ചയാണ്, നിൻ്റെ ജീവിതം എന്നുള്ള ജീവിതം വെറും പിച്ചയാണ് എന്നൊക്കെ പറയാം. അവൾ കോടതിയിലെ മൊഴി മാറ്റി പറഞ്ഞില്ല, നീ പുറത്തിറങ്ങിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അച്യുതൻ അത് സമ്മതിക്കുന്നില്ല കേട്ടോ. അത് ഞങ്ങളുടെ വക്കീലിൻ്റെ മിടുക്കാണ്, ഞങ്ങളുടെ വലിയ വക്കീലിനാണ് വെച്ചത്, ആ വക്കീൽ മിടുക്കാണ് കേട്ടോ അലോക് ഇറങ്ങിയെന്നൊക്കെ പറയാണ്. പുറത്തിറങ്ങിയ കാര്യം ഞങ്ങളുടെ അനുവിൻ്റെ ഇതും കൊണ്ടല്ല, വക്കീലിൻ്റെ മിടുക്കും കൊണ്ടാണ് വന്നതെന്നൊക്കെ അങ്ങനെ പറയാണ്. അച്യുതൻ അതുപോലെ തന്നെ വക്കീലും കാര്യങ്ങളൊക്കെ അപ്പോൾ അച്യുതനെ അറിയാം, വേറെ കുറേ വക്കീലും മിടുക്കല്ല അനു അങ്ങനെ പറഞ്ഞതുകൊണ്ട് അലോക് പുറത്തിറങ്ങിയത്. അപ്പോൾ അലോക് എന്തായാലും പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ. പക്ഷെ നമ്മുടെ ദേവിയുടെ കള്ളത്തരവും കണ്ടുപിടിക്കുന്നുണ്ട്. അതേ ദേവീനെ കുറിച്ചുള്ള മഹാസത്യം ആണെന്ന് പറയാൻ പോകുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. സാധാരണ പോലെ തന്നെ ദേവമംഗലത്ത് പഴയ പോലെ സന്തോഷവും കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. എല്ലാവരും ദേവമംഗലത്തുണ്ട്. അന്നൊരു സൺഡേ ആണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആനന്ദ് വരുമ്പോഴേക്കും ആനന്ദ് പറയേണ്ടത് നമ്മുടെ ബാലനോട്, അച്ഛ ഇനി ഒട്ടും താമസിക്കേണ്ട, നമുക്ക് ധർമ്മമാമനെ വിളിച്ച് ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോമതി പറയാൻ, നമ്മൾ വിളിക്കാൻ തല്ലല്ലോ, നമ്മൾ എത്ര പ്രാവശ്യം വിളിച്ചു അവൻ വരണ്ടേ ആണെന്ന് പറയാം. അത് എങ്ങനെ വരും, ധർമ്മമാമനെ തലയിൽ ഇട്ട് വെച്ചിരിക്കുന്ന കുറ്റം എന്തോ മോഷണ കുറ്റമല്ലേ, എന്താണെങ്കിലും മാമൻ വന്നേനെ. മാമന് മോഷണക്കുറ്റം ഇട്ട് വെച്ച്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വീട്ടിൽ 1 രൂപ പോലും, കടയിൽ നിന്ന് 1 രൂപ പോലും മാമനെ അല്ല കുറ്റപ്പെടുത്തുന്നുള്ളൂ, മാമനല്ല ഒരു സംശയമുള്ളൂ. അതുകൊണ്ട് മാമൻ വരാത്തത്, മാമൻ അച്ഛനടുത്ത് ഒരു ഡയലോഗ് പറഞ്ഞല്ലോ, ആ പൈസ ആ ഒരു മോഷ്ടിച്ച ആരാണോ അവരെ കണ്ടുപിടിച്ച് മാമൻ്റെ മുന്നിൽ അങ്ങ് കൊണ്ടുപോയി നിർത്തിയാൽ മാമൻ അങ്ങോട്ട് വരാമെന്നല്ലേ പറഞ്ഞേക്കണേ. അതെ, ആ പൈസ മോഷ്ടിച്ച ആരാണ് ഞാൻ കണ്ടുപിടിച്ചു അച്ഛ എന്ന് ആനന്ദ് പറയണം. ബാലൻ ചോദിക്കുന്നത്, നീ കണ്ടുപിടിച്ചെന്നോ? അതെ അച്ഛാ, ഞാൻ പണം മോഷ്ടിച്ച ആരാണെന്ന് കണ്ടുപിടിച്ചു. വാ എല്ലാവരും വാ, ഭാര്യ മീനാക്ഷി മിത്ര എല്ലാവരും കേട്ടോ, അച്ഛ അമ്മ എല്ലാവരും വിളിക്കട്ടോ. ഇവിടെ എവിടെ ദേവി, അവളാണ് വരേണ്ടത്. മിത്ര അവളെ ഒന്ന് വിളിച്ചുകൊണ്ട് പോവാ. ദേവിയെടുത്തി അടുത്ത റൂമിലാട്ടോ. റൂമിൽ ചെന്ന് മിത്ര പറയേണ്ടത് ദേവിയെടുത്തി ആനന്ദേട്ടം വിളിക്കുന്നുണ്ട് വരാൻ പറയുകയാണ്. അങ്ങനെ ദേവി അവളുടെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആനന്ദ് പറഞ്ഞ്, ഞാൻ വലിയൊരു സത്യം വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. നമ്മുടെ കടയിൽ നിന്ന് ആദ്യം പോയത് 2000 രൂപ അല്ലേ ദേവി? കറക്റ്റല്ലേ? കണക്കാ 2000 രൂപ ആദ്യം മിസ്സായത്, അതിനുശേഷം 25,000 രൂപ അല്ലേ? അതെ, പിന്നീട് അങ്ങോട്ട് പൈസ പോയിട്ടുമില്ല അല്ലേ? ഇല്ല, അതിനുശേഷം പിന്നീട് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സംശയിക്കണം ധർമ്മമാമനെ തന്നെയായിരിക്കും. മനസ്സിൽ എവിടെയൊക്കെ ഒരു പേടി സംശയം വീണിട്ടുണ്ടെങ്കിൽ ധർമ്മമാമൻ പോയതിന് ശേഷം പൈസ പോയിട്ടുമില്ല, അപ്പോൾ ധർമ്മമാമനാണെന്ന് എല്ലാവരും അങ്ങോട്ട് സംശയിക്കുന്നത്. ധർമ്മമാമൻ്റെ തലയിൽ കുറ്റം ഇട്ട് വയ്ക്കാതെ ചില ആൾക്കാരൊക്കെ വിചാരിച്ചു, എടാ നീ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ കളിക്കാതെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാന്ന് ഗോമതി പറയുമ്പോഴേക്കും ആനന്ദ് പറയുന്നു, അമ്മേ എന്നാ അമ്മ കേട്ടോ, ആ കള്ളം വേറെ ആരുമല്ല, പണം മോഷിച്ചത് ധർമ്മമാമനല്ല, ഇവളുടെ അച്ഛൻ ഉദയഭാനുവാണ് എന്ന് പറയുകയാണ്. ഇത് കേൾക്കണം ഗോമതി, എന്താ നീ പറയണേ? നീ ആ അനാവശ്യം പറയില്ലേ? ആനന്ദ് ബാലൻ പറയാട്ടോ. ഉദയഭാനു സാറോ, നമ്മുടെ കയ്യിൽ 2-3 രൂപ എടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല ഉദയഭാനു സാറിന്, ഒന്നുമല്ല ഇത്രയും പറയേണ്ട. ആനന്ദേട്ടൻ ദൈവത്തിൽ ദേഷ്യമുണ്ടെങ്കിൽ കരുതിയിട്ട്, ദേവിയുടെ അടുത്തിട്ട് ദേഷ്യമാണെന്ന് കരുതിയിട്ട് ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാട്ടെ, ഇങ്ങനെയൊന്നും കുറ്റപ്പെടുത്തരുത് കേട്ടോ, ഞങ്ങൾക്കല്ലെങ്കിലും മനസ്സിലാകുന്നൊക്കെ ഉണ്ട്. എന്തോ മനസ്സിലാകുന്നുണ്ടെന്ന് മീനാക്ഷി പറയുന്നുണ്ട്. അത് മിത്ര പറഞ്ഞതിൽ കാര്യമൊക്കെ ഉണ്ട്. കുഞ്ഞ് നഷ്ടപ്പെട്ട പിന്നെ ആനന്ദേട്ടൻ ദേവിയുടെ ചെറിയൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു വേണ്ടി ആനന്ദേട്ടൻ വെറുതെ കുറ്റപ്പെടുത്തുന്നൊന്നും വേണ്ട. ദേവത്തിലെ അച്ഛനാണ് പണം മോഷ്ടിച്ചതെന്ന്, അദ്ദേഹത്തിന് പണം മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആനന്ദേട്ടൻ പോയിക്കട്ടെ പറയുകയാണ്. അങ്ങളൊന്നും വിശ്വസിക്കില്ല, എനിക്കറിയാം നിങ്ങൾക്കൊക്കെ അയാൾ വലിയ ഉദ്യോഗസ്ഥനും സാറുമല്ലേ, പക്ഷെ അയാളാണ് പണം മോഷ്ടിച്ചത്. അയാളുടെ കുടുംബം കള്ളക്കുടുംബം, ഇവൾ പെരുങ്കള്ളി, അയാളുടെ ഭാര്യ കള്ളത്തി എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കുറേ നേരം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗോമതി അടുത്തേക്ക് ഒറ്റ അടി വെച്ച് കൊടുക്കുക കേട്ടോ. ആനന്ദിൻ്റെ മുഖത്തേക്ക് മര്യാദയ്ക്ക് സംസാരിക്കണം, അറിഞ്ഞ് സംസാരിക്കണം. അമ്മ എന്നെ തല്ലി അല്ലേ, അമ്മ എന്നെ തല്ലിയല്ലേ, അതെടാ തല്ലി, നിൻ്റെ അനാവശ്യ കാര്യങ്ങൾക്ക് പറഞ്ഞുള്ള സ്ഥലങ്ങൾ ഇത്. അപ്പം ബാലം മിണ്ടല്ലാട്ടോ, നീ പറഞ്ഞ ഉദയഭാനു സാറ് പണം മോഷ്ടിച്ചെന്ന അച്ഛനായി എങ്കിലും അയാൾ ഉദയഭാനു സാറേ എന്ന് വിളിക്കില്ലേ, അയാൾ ഉദയഭാനു എന്ന്
നല്ല കാര്യമാണ്. കള്ളനാണ് വിളിക്കേണ്ടത്. എടാ, നീ പറഞ്ഞ ഉദയഭാനു സാറാണ് പണം മോഷ്ടിച്ചെന്ന്. അതിൻ്റെ തെളിവ് നിൻ്റെ അടുത്തുണ്ടോ? ഉണ്ട്, തെളിവുണ്ടതും കൊണ്ടാണല്ലോ ഞാൻ വന്നത്. ദേ ഇന്ന് തെളിവ് കണ്ടോ എന്ന് വേണ്ടിയിട്ട് ഫോണിലെ കാഴ്ച അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. വീഡിയോ റെക്കോർഡ് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. ഭക്ഷണം കണ്ടുകൊണ്ടിരിക്കുന്ന ആര്യനും ആകാശവും ഒക്കെ വാ പൊളിച്ച് അങ്ങോട്ട് എഴുന്നേൽക്കുക കേട്ടോ. അത് കാണുമ്പോഴേക്കും ദേവിക്ക് ആകെ ഇതായിട്ടോ. ഇത് അവളുടെ കൈയും കാലും ഇങ്ങനെ വിറയ്ക്കാട്ടോ. ദേവിയൊക്കെ റൂമിലേക്ക് ഓടിപ്പോയി കൊട്ടിക്കരയാട്ടോ. ആരെന്ത് പറയുന്നുണ്ട്, കണ്ടില്ലേ, അവളുടെ അച്ഛനാണ് പണം മോഷ്ടിച്ചത്. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ 2 അടി അവളുടെ മുഖത്ത് കൊടുത്താൽ മണി പോലെ അവൾ ഉത്തരം പറയും. ഇനി നിങ്ങൾ പറ, അവൾ ഇവിടെ വെക്കണോ വേണ്ടയോ എന്ന് പറയാം. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അങ്ങനെ ദേവമംഗലത്തിൻ്റെ പടി ഇറങ്ങാൻ പോകുന്ന ഭാഗം എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ഇടാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.